ഡയസിറ പ്രണവ് മോഹൻലാൽ നായകനാകുന്ന രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന സിനിമ ഇന്ന് പ്രീമിയർ ഷോ ഉണ്ടായിരുന്നു. അതായത് വ്യാഴാഴ്ച പ്രീമിയർ ഷോ ഉണ്ടായിരുന്നു. വെള്ളിയാഴ്ച സിനിമ റിലീസ് ചെയ്യത്തുള്ളതെന്നാണ് അറിഞ്ഞത്. പക്ഷേ വ്യാഴാഴ്ച എല്ലാ തിയേറ്ററിലും 2 ഷോ വെച്ചുണ്ടായിരുന്നു. അങ്ങനെയാണ് 12:45 ഷോയ്ക്ക് ടിക്കറ്റ് എടുത്തത്. ബ്രഹ്മയുഗവും ഭൂതകാലവും തന്നെയാണ് ഫസ്റ്റ് ഷോ ടിക്കറ്റ് എടുക്കാനായിട്ട് പ്രേരിപ്പിച്ചത്. വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ ഒരു കാര്യം പറയാം. പരമാവധി നിങ്ങൾ ഡീറ്റെയിൽ വീഡിയോ കാണാതിരിക്കുക. എന്നാലേ പടത്തിൻ്റെ ഒരു സുഖം കിട്ടത്തുള്ളൂ. അതിലത് എന്തെങ്കിലും ഒരു ക്യാരക്ടറോ, ഇയാളാണ് സിനിമയിലെ പ്രധാന കഥാപാത്രം, അല്ലെങ്കിൽ ഈ വ്യക്തിയാണ് ഈ സിനിമയിൽ പ്രധാനപ്പെട്ട റോൾ ചെയ്തിരിക്കുന്നത്, ഇവർ നന്നായിട്ട് ഈ റോൾ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ അറിഞ്ഞാൽ തന്നെ നമുക്ക് സിനിമ കാണാനുള്ള ഒരു ഇൻട്രസ്റ്റ് നഷ്ടപ്പെടും. ഒരു സസ്പെൻസ് പോലത്തെ ഒരു സംഭവങ്ങൾ മിസ്സായി കഴിഞ്ഞാൽ സിനിമ ഒരു സുഖം കിട്ടത്തില്ല എന്ന് എനിക്കൊരു തോന്നൽ എനിക്ക് വന്നു. പ്രണവ് മോഹൻലാലാണ് ഇതിനകത്ത് പ്രധാന കഥാപാത്രമായിട്ട് വരുന്നത്. ട്രെയിലറിലൊക്കെ നിങ്ങൾ കണ്ടു കാണും. മച്ചാനെ നമ്മളെപ്പോഴും ഒരു സിമ്പിൾ ഹമ്പിൾ ഒരു പരിപാടി പിടിച്ചേ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇതിലുണ്ടല്ലോ കുറച്ച് റഫായിട്ടുള്ള ഒരു പൊളി, ഒരു ജെൻ സി വൈബുള്ള ഒരു പൊളി പയ്യനായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. കുറച്ച് റഫായിട്ടുള്ള ഇച്ചിരി റൂഡായിട്ടുള്ള ഒരു പയ്യനായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ആ റോള് മച്ചാൻ കിടിലമായിട്ട് ചെയ്തിട്ടുണ്ട്. കാര്യം ഫസ്റ്റ് ലുക്ക് തൊട്ട് നമുക്ക് മനസ്സിലാവും അളിയൻ വേറൊരു മൂഡ് പിടിച്ചൊരു മനുഷ്യനാണ് എന്നൊരു ഫീൽ ഉണ്ടാവും. ആ രീതിയിലാണ് ക്യാരക്ടർ പുള്ളി ആദ്യം മുതൽ അവസാനം വരെ കൊണ്ടുവന്നിരിക്കുന്നത്. ഹൊറർ മൂഡ് ത്രില്ലർ പരിപാടി പിടിക്കാനായിട്ട് പുള്ളി കിങ് ആണെന്നുള്ളത് നമ്മൾ ലാസ്റ്റ് 2 പടം കൊണ്ട് തന്നെ മനസ്സിലാക്കിയതാണ്. അത് പുള്ളി വീണ്ടും ഒന്നുകൂടെ തെളിയിച്ചിരിക്കുകയാണ്. പുള്ളി കഴിഞ്ഞിട്ട് ഇപ്പോൾ മലയാളത്തിൽ പേടിപ്പിക്കാൻ ഒരാളുള്ളത്. ആ ലെവലിലേക്ക് പുള്ളി എത്തി ഈ സിനിമയോടുകൂടി. അത് പടം തുടങ്ങി ലെറ്ററിങ് കഴിയുമ്പോഴത്തേക്കും തന്നെ നമ്മൾ പതുക്കെ പടത്തിലേക്ക് ഇന്നാവും. അതായത് അങ്ങനെയാണ് പടം സ്റ്റാർട്ട് ചെയ്യുന്നത്. നേരെ നമ്മൾ ആ മൂഡിലേക്ക് അങ്ങ് കൊണ്ടുപോകണം. ആ രീതിയിലാണ് ക്രിസ്റ്റോ സേവ്യർ മ്യൂസിക് ചെയ്ത് വെച്ചിരിക്കുന്നത്. പല സീനുകളും ഇങ്ങനെ ഹൈ ആക്കുന്നത് ക്രിസ്റ്റോയുടെ മ്യൂസിക് തന്നെയാണ്. പിന്നെ രാഹുൽ സദാശിവൻ്റെ ക്യാരക്ടർ പ്ലേസ്മെൻറ്റും പുള്ളിയുടെ ആ സ്ക്രിപ്റ്റ് പരിപാടികളൊക്കെ ഉണ്ടല്ലോ, അത് ഒരു വേറൊരു ലെവലാണ്. അതൊരു ഇംഗ്ലീഷ് പടമില്ല, ആ ലെവലിലാണ് സിനിമയുടെ മുമ്പോട്ടുള്ള പോക്ക്. പിന്നെ പറഞ്ഞറിയിപ്പിക്കാൻ കുറേ ആക്ടേഴ്സ് ഒന്നുമില്ല, വളരെ ചെറിയ ആക്ടേഴ്സേ ഉള്ളൂ, കുറച്ച് ചെറിയ സംഭവങ്ങളേ ഉള്ളൂ. പക്ഷേ തിയേറ്ററിൽ ഇരുന്ന് ഞെട്ടിത്തരിക്കാനുള്ള സാധനം രാഹുൽ സദാശിവൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് നല്ലൊരു തിയേറ്ററിൽ ഇരുന്ന് സിനിമ കണ്ടാൽ നമുക്ക് ഡബിൾ എഫക്റ്റ് ആയിരിക്കും. പിന്നെ നല്ലൊരു ക്രൗഡും കൂടെ കിട്ടിയാൽ ഹാപ്പി. ഇപ്പം ഞാൻ കണ്ട തിയേറ്ററിൽ അധികം ശല്യപ്പെടുത്തുന്ന ടീമൊന്നും ഇല്ലായിരുന്നു. അറിയാമല്ലോ, ചെറിയ സൈലൻസ് വരുന്ന സമയത്ത് കാറി കൂവി ശല്യം ചെയ്യുന്ന കുറേ എണ്ണം നമ്മുടെ നാട്ടിലുണ്ട്. അങ്ങനെയുള്ളവന്മാരൊന്നും ഇല്ലാതിരിക്കുവാണെങ്കിൽ രക്ഷപ്പെട്ടു. അപ്പോൾ ഞാൻ പറയുകയാണ്, ഒന്നുകൂടെ പറയുകയാണ്, തിയേറ്ററിൽ തന്നെ കാണുക. അത്യാവശ്യം ഞെട്ടിത്തരിച്ച് പേടിക്കാനുള്ള സാധനമുണ്ട്. സെക്കൻഡ് ഷോയ്ക്കൊക്കെ പോയിരുന്ന് കാണുവാണെങ്കിൽ തിരിച്ച് വരുമ്പോഴത്തേക്കൊക്കെ നമ്മുടെ മനസ്സിൽ ഈ സാധനം ഇങ്ങനെ കിടക്കും. അതേപോലത്തെ ഒരു പരിപാടിയാണ് പിടിച്ചു വെച്ചിരിക്കുന്നത്. ഒരു സൂപ്പർ ഹിറ്റ് മൂവി ആയിരിക്കും ഡൈസറ. ആ മൂഡാണ്, ആ ലെവലാണ് സിനിമ. എവിടെയെങ്കിലും മരണം വീട്ടിൽ പോവുകയാണെങ്കിൽ മരണം കണ്ടിട്ട് അതേപോലെ തിരിച്ചു വരിക. അപ്പം ഓക്കെ.